ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അഗെയിൻ ടു സയൻഷ്യ ഫോർ ലൈഫ്. അപ്പോൾ നമ്മൾ നേരത്തെയുള്ള എപ്പിസോഡുകളിലൊക്കെ നമ്മൾ ഡയറ്ററി ആസ്പെക്ട്സും അതേപോലെ തന്നെ പലതരത്തിലുള്ള മെനൂസും ഒക്കെ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് ഇനി മുതൽ നമ്മൾ ഈ ചാപ്റ്റേഴ്സും കൂടി, അതായത് പോർഷൻസും കൂടി നമുക്ക് നഴ്സിംഗ് സ്റ്റുഡൻസിനും അതേപോലെ തന്നെ ബാക്കി ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനൊക്കെ യൂസ്ഫുൾ ആകുന്ന രീതിയിൽ നമ്മൾ കുറച്ച് ക്ലാസ്സസ് മീൻസ് കുറച്ച് ഡീറ്റെയിൽസ് കൂടി, കുറച്ച് നോളജും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മുടെ ചാനൽ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ന്യൂട്രീഷൻ തന്നെ, ബേസിക് ന്യൂട്രീഷൻ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ന്യൂട്രീഷനിലെ അല്ലെങ്കിൽ ഡയറ്ററ്റിക്സിലെയും ഫുഡ് സയൻസിലത്തെയും കുറച്ച് ടെർമിനോളജീസിനെ നമുക്ക് ആദ്യം പരിചയപ്പെടാം. അപ്പോൾ ഫസ്റ്റിൽ തന്നെ എന്താണ് ന്യൂട്രീഷൻ? Nutrition may be described as the sum of processes by which a living organism receives material and uses them to promote its own vital activities. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഓർഗാനിസം അത് എൻവയോൺമെൻറ്റിൽ നിന്നും കളക്ട് ചെയ്യുന്ന മെറ്റീരിയൽസിനെ യൂസ് ചെയ്ത് അതിൻ്റെ വൈറ്റൽ ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യുന്നതിനെ വിളിക്കുന്ന പേര്, അതായത് അത്തരത്തിലുള്ള മെറ്റീരിയൽസിനെ വിളിക്കുന്ന പേരാണ് ന്യൂട്രിയൻസ്. ന്യൂട്രീഷൻ മേ ബി ഡിസ്ക്രൈബ്ഡ് ആസ് ദ സം ഓഫ് ദി പ്രോസസ്സസ് ബൈ വിച്ച് എ ലിവിങ് ഓർഗാനിസം റിസീവ്സ് മെറ്റീരിയൽസ് ഫ്രം ഇറ്റ്സ് എൻവയോൺമെൻറ്റ് ആൻഡ് യൂസസ് ദം ടു പ്രൊമോട്ട് ഇറ്റ്സ് ഓൺ വൈറ്റൽ ആക്ടിവിറ്റീസ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആവശ്യം നമുക്കില്ല എന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. നമുക്ക് ഷോർട്ടായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇനി നോക്കിയാൽ മതിയാകും. അപ്പോൾ മെയിൻലി ന്യൂട്രിയൻസ് എന്താണ്? ന്യൂട്രിയൻസ് പറയുന്നതിന് മുമ്പ് നമുക്ക് ഹെൽത്ത് എന്താണെന്ന് അറിയണം. WHO ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ട്, അല്ലെങ്കിൽ WHO ഡിഫൈൻ ചെയ്യുന്നത് ഹെൽത്തിനെ ഇത് സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ആൻഡ് നോട്ട് മിയർലി ദി ആബ്സെൻസ് ഓഫ് ഡിസീസ് ആൻഡ് ഇൻഫോമിറ്റി. അപ്പോൾ ഒന്നും കൂടി ഹെൽത്തിനെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ആൻഡ് നോട്ട് മിയർലി the absence of disease and infirmity. Then എന്താണ് ന്യൂട്രിയൻസ്? ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് എനി സബ്സ്റ്റൻസ് വിച്ച് ഈസ് ഡൈജസ്റ്റഡ് ആൻഡ് അബ്സോർബ്ഡ് യൂസ്ഡ് ടു പ്രൊമോട്ട് ബോഡി ഫങ്ഷൻ. ഇറ്റ്സ് എ സബ്സ്റ്റൻസ് വിച്ച് ഈസ് ഡൈജസ്റ്റഡ് ആൻഡ് അബ്സോർബ്ഡ് ദെൻ യൂസ്ഡ് ടു പ്രൊമോട്ട് ബോഡി ഫങ്ഷൻ. ദിസ് ന്യൂട്രിയൻസ് ഇൻക്ലൂഡ് പ്രോട്ടീൻ, ഫാറ്റ്, carbohydrate, minerals, vitamins and water. The different types of nutrients are protein, fat, carbohydrate, minerals, vitamins and water. Then what is essential nutrient? Essential nutrient is necessary for life but cannot be synthesized by body. That is called essential nutrients. The nutrients that cannot be synthesized by the body and must be supplied through diet. Then diet. What is diet? Diet is the selection of foods which are normally eaten by a person or population. Diet, it is a selection of foods which are normally eaten by a person or population. Then food. What is food? This is a substance that when eaten, digested and absorbed provides at least one nutrient. ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് കഴിച്ചു കഴിഞ്ഞാൽ വെൻ ഈറ്റൻ, ഡൈജസ്റ്റഡ് ആൻഡ് അബ്സോർബ്ഡ്, ദെൻ ഇറ്റ് പ്രൊവൈഡ്സ് അറ്റ്ലീസ്റ്റ് വൺ ന്യൂട്രിയൻ. വൺ ന്യൂട്രിയൻ മീൻസ് കാർബോഹൈഡ്രേറ്റ്, മിനറൽസ്, വൈറ്റമിൻസ് ഓർ സംതിങ് എൽസ്. Then what is balanced diet? The diet which provides adequate amount of all nutrients, not too much and not too little. It is a balance of all the nutrients together. What is malnutrition? This occurs when the diet contains an incorrect amount of one or more nutrients. Malnutrition means the diet contains, it's a condition, this occurs when the diet contains an incorrect amount of one or more nutrients. It may be higher or lower than the normal value. Then what is nutritional status? This is the state of health produced by the balance between requirement and intake of nutrients. It's a state of balancing between requirement and intake of nutrients. If the intake is higher and the requirement is lower, it may lead to malnutrition. If the requirement is lower and the intake is higher, it also leads to malnutrition. Then nutritional assessment. This is the measurement of nutritional status. It is based on ABCD methods. The ABCD include anthropometric, biochemical data, clinical data and the dietary history. So the nutritional assessment can be, it's a
come to whole total of anthropometric, biochemical data, clinical data and dietary history. Then what is the normal dietary standards? The normal dietary standards are mainly recommended dietary allowances, recommended nutrition intakes, recommended daily amounts of nutrients or safe intake of nutrients. Then what is metabolism? It is a term used to describe all the changes that are constantly taking place in the body as a result of tissue activity. സോ എന്താണ് മെറ്റബോളിസം? മെറ്റബോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമുക്ക് 2 ടൈപ്പ് ഓഫ് ഫങ്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ 2 പാർട്സ് ആണ്. മെറ്റബോളിസത്തിന് തന്നെ 2 പാർട്ടുണ്ട്. വൺ ഈസ് അനാബോളിസം ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് കാറ്റബോളിസം. അപ്പോൾ അനാബോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ എന്താണ് ബിൽഡിംഗ് പ്രൊസീജിയർ ഓർ ഇറ്റ്സ് എ സിന്തസിസ്. കോംപ്ലക്സ് മോളിക്യൂൾസ് ആർ സിന്തസൈസ്ഡ് ഫ്രം സിംപ്ലർ വൺസ്. കോംപ്ലക്സ് ആയിട്ടുള്ള മോളിക്യൂൾസ് സിമ്പിൾ വൺസിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദിസ് റിയാക്ഷൻ റിക്വയേഴ്സ് എനർജി റിക്വയർ ചെയ്യുന്ന അല്ലെങ്കിൽ എനർജി ആവശ്യമായിട്ടുള്ളൊരു റിയാക്ഷനാണ് അനാബോളിസം. ദെൻ വാട്ട് ഈസ് കാറ്റബോളിസം? കാറ്റബോളിസം എന്ന് പറയുമ്പോൾ കോംപ്ലക്സ് മോളിക്യൂൾസ് ബ്രേക്ക് ചെയ്ത് സിംപ്ലർ ഫോമായിട്ട് മാറുന്നു. അപ്പോൾ എന്താവും? എനർജി അവിടെ റിലീസ് ചെയ്യുന്നു. ദ ടൈപ്പ് ഓഫ് മെറ്റബോളിസം. അപ്പോൾ നമുക്ക് നമ്മുടെ ബോഡിയിലെ ഓരോ പ്രോസസ്സ് നടക്കുമ്പോഴും എന്താണ്? മെറ്റബോളിസമാണ് നടക്കുന്നത്. അപ്പോൾ ഗ്രോത്തിൻ്റെ ടൈമിൽ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അനാബോളിസം. അതായത് നമുക്ക് എനർജി വേണം, നമ്മുടെ ബോഡിക്ക് എനർജി ഉണ്ടെങ്കിൽ മാത്രമേ ഗ്രോത്ത് നടക്കുകയുള്ളൂ. കാറ്റബോളിസം ഒക്കേഴ്സ് ഡ്യൂറിങ് സ്റ്റാർവേഷൻ. നമ്മൾ വിശന്നിരിക്കുമ്പോൾ അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള ഫുഡ് നമുക്ക് കിട്ടാതെ വരുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ അസുഖങ്ങൾ വരുമ്പം, ഇൽനെസ് ആകുന്ന സമയത്തും നമുക്ക് എനർജി ഇൻടേക്ക് ഇനാഡിക്വേറ്റ് ആകുന്നു. ആ പ്രോസസ്സിനെ അല്ലെങ്കിൽ എനർജി റിലീസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? കാറ്റബോളിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ജസ്റ്റ് ടോപ്പിക്സ് നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ടെർമിനോളജീസ് ആയതുകൊണ്ടാണ് നമ്മൾ മാക്സിമം നമുക്ക് പെട്ടെന്ന് സ്പീഡിൽ പോയത്. നെക്സ്റ്റ് ടോപ്പിക്സ് മുതൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ഓക്കെ, താങ്ക് യു.